ഇപ്പം നിസ്കാരം അതൊരു സമ്മാനമാണ് എല്ലാ അർത്ഥത്തിലും. വ്യക്തിപരമായി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിസ്കാരം സൃഷ്ടിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയാൽ നിസ്കാരം ഒരു സമ്മാനമാണ്. സാമൂഹികമായി നിസ്കാരം ഒരു സമൂഹത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കിയാൽ നിസ്കാരം വളരെയേറെ പ്രശസ്തമാണ്. നിസ്കാരത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. എല്ലാത്തരം ഫഹ്ശാ എന്നതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന സമയത്ത് ഖുർആൻ വ്യാഖ്യാതാക്കളൊക്കെ പറഞ്ഞത് സിന പോലെയുള്ള വഷളത്തരങ്ങൾ. സിന ഒരു വഷളത്തരമാണ്, വ്യഭിചാരം. അത്തരം വഷളാകുന്ന തെറ്റുകൾ അഥവാ ഒരു മനുഷ്യൻ്റെ വൈകാരികത മനുഷ്യനെ പെടുത്തിക്കളയുന്ന തെറ്റുകൾ. ഈ വൈകാരികതയ്ക്കൊരു പ്രത്യേകതയുണ്ട്, ഇംപൾസീവ്. അത് ഒരു മനുഷ്യൻ്റെ നിയന്ത്രണത്തിൽ പെട്ടെന്ന് വന്നുകൊള്ളണമെന്നില്ല. അപ്പോൾ നമുക്കറിയാം, പലരും പ്രണയങ്ങളിൽ ചെന്നുപെടുന്ന രംഗം. വളരെ പ്രശസ്തരാണ്, വളരെ ബുദ്ധിയുള്ളവരാണ്, വിവരമുള്ളവരാണ്, കഴിവുള്ളവരാണ്, പലതരത്തിൽ പ്രാപ്തിയുള്ളവരാണ്, പക്ഷെ പെട്ടുപോകുന്നു. ഈ കുറച്ച് ദിവസങ്ങൾക്കകം എൻ്റെ ഒരു സുഹൃത്ത്, ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരിയെ കൊണ്ട് കൂട്ടിയിട്ട് നമ്മുടെ ഹാപ്പി സോണിൻ്റെ ഒരു സെൻറ്ററിൽ വന്നു. സംസാരിക്കണം, ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ ചോദിച്ചു, എന്തായിരുന്നു വിഷയം? ആ സഹോദരി പറഞ്ഞു, ഇന്ന് ആശുപത്രിയിൽ നിന്നാണ് വരുന്നത്, കൈയുടെ ഈ ഭാഗം മുറിച്ചിട്ടുണ്ട്, ഞരമ്പ് മുറിച്ചിട്ടുണ്ട്. എന്തു പറ്റി, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ഉംറക്ക് പോയി തിരിച്ചു വന്ന സമയത്ത് ഒരു പണ്ഡിതനുമായി അദ്ദേഹത്തിനൊരു പ്രത്യേകമായി ആഭിമുഖ്യം, പരസ്പരം ബന്ധം തോന്നുന്നു. ആ ബന്ധം പിന്നീട് മുന്നോട്ട് പോകാത്തൊരു ഘട്ടം വരുമ്പോൾ അതവർക്ക് അസഹനീയമായി തോന്നുന്നു. അങ്ങനെ സംഭവിച്ചൊരു അനർത്ഥമാണത്. ഇവിടെ ഞാൻ സൂചിപ്പിച്ചത് ഇംപൾസീവ് ആവുക, ഈ ആവേശപ്പുറത്ത് വരിക എന്ന് പറയുന്നതിന് ചിലപ്പോൾ നമുക്ക് സ്വയം കൺട്രോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. സ്വയം കൺട്രോളിന് വിധേയമാകാത്ത ഒരു തരം തെറ്റാണ്, വഷളത്തരമാണ് ഫഹ്ശാ അഥവാ പ്രത്യേകിച്ച് സിന. ഇതുപോലെയുള്ള അത്തരം സംഗതികളിൽ ഒരു മനുഷ്യന് പെടാതിരിക്കാം. വൽമുൻകർ, ഇസ്ലാം വിരോധിച്ച എല്ലാ കാര്യങ്ങളും സത്യത്തിൽ എല്ലാവർക്കും ജീവിതത്തിൽ മാറ്റി നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് സഹായകമാണ് നിസ്കാരം. പക്ഷെ ഈ നിസ്കാരം ആ രീതിയിലാകണമെങ്കിൽ എന്തൊക്കെ ചേരുവകളാണ് ചേരേണ്ടത്? നിസ്കാരത്തിൻ്റെ ടേണിംഗ് പോയിന്റുകൾ, നിസ്കാരത്തിൻ്റെ മൗഖി, അതിൻ്റെ പൊസിഷനുകൾ ഒരു ദിവസത്തിലേക്ക് ചേർത്തി മനസ്സിലാക്കിയാൽ, ഒന്നാമത്തെ ടേണിംഗ് സൂര്യൻ ഉദിക്കുന്ന ഫജ്റുസ് സ്വാദിഖ്, അതൊരു പ്രധാന ടേണിംഗ് ആണ്. ഒരു ദിവസം 24 മണിക്കൂറിനെ ചേർത്തി മനസ്സിലാക്കുമ്പോൾ കേവലം ക്ലോക്കിലെ 24 മണിക്കൂർ എന്നതിലുപരി പ്രപഞ്ചത്തിലേക്ക് നോക്കിയിട്ടുള്ള 24 മണിക്കൂറിനെ മനസ്സിലാക്കുമ്പോൾ ഒരു ടേണിംഗ് ആണ് അൽ ഫജ്റുസ് സ്വാദിഖ്, സൂര്യോദയം. കാരണം ഉറക്കം ശേഷമുള്ള ജീവിതം എന്ന് മനസ്സിലാക്കുമ്പോൾ ഉറക്കം ശരിക്കും ഒരു തെറാപ്പി മോഡിലുള്ള ഒരു ടൈമാണ്, ഒരു തെറാപ്പിയാണ്, ശരിക്കും ഒരു തെറാപ്പിയാണ്. അതായത് സൂര്യൻ്റെ കിടപ്പും ഭൂമിയുടെ കിടപ്പും അതിൻ്റെ പേരിൽ ഭൂമിയിൽ അനുഭവപ്പെടുന്ന ആ ഒരു ഇരുട്ടും ഇതെല്ലാം ചേർത്തി മനസ്സിലാക്കുമ്പോൾ ആ ഇരുട്ടിൽ ഉറങ്ങുന്ന ആ ഉറക്കത്തിൻ്റെ ഇഫക്റ്റ് അല്ലാത്തൊരു സമയത്ത് ഉറങ്ങിയാൽ കിട്ടിക്കൊള്ളണമെന്നില്ലെന്ന് വിദഗ്ധർ വിലയിരുത്തുന്ന പഠനങ്ങൾ കാണാം. എന്ന് ചേർത്തി മനസ്സിലാക്കുമ്പോൾ ഈ ഒരു സുബ്ഹി എന്ന സുബ്ഹ്, ആ സമയം അതൊരു ടേണിംഗ് ആണ്, ഒരു ദിവസത്തിലെ ടേണിംഗ് ആണ്. അപ്പോൾ ഒരു നിസ്കാരം വരുന്നത് ആ ടേണിലാണ്. രണ്ടാമത് സൂര്യൻ നേരെ മധ്യത്തിൽ വരുന്ന സമയം, ളുഹറിൻ്റെ സമയം, അടുത്തൊരു ടേണിംഗ് ആണ്. പിന്നെ അടുത്ത ടേണിംഗ് സൂര്യൻ അസ്തമയത്തിലേക്ക് പോകുന്ന ടേണിംഗ് ആണ്. പിന്നീടുള്ള ടേണിംഗ് വരുന്നത് സൂര്യാസ്തമയമാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇശാഇൻ്റെ സമയവും ഈ സൂര്യൻ്റെ അസ്തമാനത്തിന് ശേഷമുള്ള സമയത്തെ നിർണ്ണയിക്കാൻ പറ്റുന്ന അടുത്ത ടേണിംഗ് ആണ്. ഈ പ്രധാനപ്പെട്ട 5 ടേണിങ്ങുകളിൽ മനുഷ്യൻ അള്ളാഹുവിലേക്ക് തിരിയുന്നതിന് പ്രത്യേകമായ ചില സ്ട്രക്ചറുകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതാണ് നിസ്കാരം. ഈ നിസ്കാരം എങ്ങനെയാണ് ഫലപ്പെടുന്നത്? ഒന്ന്, ഇഖാമത്തുസ്സലാ. ഈ ആയത്തിലുള്ള പരാമർശം കാണാം, അഖിമിസ്സലാ. നിസ്കാരം കേവലം നിസ്കരിക്കുക എന്നതിലുപരി നിസ്കാരം നിലനിർത്തുക എന്ന പോയിന്റ് ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ നിസ്കരിക്കാൻ പറഞ്ഞത് കാണാം. പക്ഷേ പ്രയോഗങ്ങളിലെല്ലാം സസൂക്ഷ്മം പ്രയോഗിച്ചതാണ് അഖ്മിസ്വലാ, അഖീമുസ്വലാ. നിസ്കാരം നിലനിർത്തലാണ് പ്രധാനം, നിസ്കാരം പതിവാക്കലാണ് പ്രധാനം. ഈ പതിവാക്കുന്ന സമയത്ത് നിസ്കാരത്തിലെ പ്രധാന ചേരുവയാണ് ഖുശൂ, ഭക്തി.
ഈ ഭക്തി എങ്ങനെയാണ് സൃഷ്ടിക്കേണ്ടത്, ഭക്തി എങ്ങനെയാണ് മനസ്സിലേക്ക് നമ്മൾ നേടിയെടുക്കേണ്ടത്, സംഭരിക്കേണ്ടത് എങ്ങനെ? ഈ ഭക്തിയാണ് നമുക്ക് എല്ലാ എനർജിയും നൽകുന്നത്. ഇവിടെ ഖുശൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ ദിക്ർ. ആ ദിക്ർ മനസ്സിൽ വരുന്ന സമയത്ത് മനുഷ്യനിൽ സംജാതമാകുന്ന ഒരവസ്ഥയാണത്. ആ അവസ്ഥ നമുക്ക് നേടിയെടുക്കാൻ സഹായകമാകുന്ന രീതിയിൽ നിസ്കരിക്കണം എന്നുകൂടി ഈ പരാമർശം, ഈ പഠനം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന്, നിസ്കാരത്തിലെ ഭയഭക്തി. ഭക്തിയോടെ നിസ്കരിക്കുന്നതിനെ കർമ്മശാസ്ത്രത്തിന്റെ പിൻബലത്തോടു കൂടെ മനസ്സിലാക്കുകയാണെങ്കിൽ അതൊരു പക്ഷേ സുന്നത്താണെന്ന് പറഞ്ഞേക്കാം. പക്ഷേ ഇവിടെ ഈ സുന്നത്ത് എന്നത് നിസ്കാരത്തിൽ ഉപേക്ഷിക്കാവതല്ല. ഒരു കാരണവശാലും മാറ്റി നിർത്താൻ കഴിയാതെ നമ്മുടെ നിസ്കാരത്തോട് ചേർന്ന് വരണം ഭക്തി. അതിനെന്താ വേണ്ടത്? പ്രാക്ടീസിങ് ആണ് വേണ്ടത്. പ്രാക്ടീസിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത്? നിരന്തരം ലൈഫ് ലോങ് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് നിസ്കാരത്തിലെ ഭക്തി. ലൈഫ് ലോങ് പ്രാക്ടീസ് ചെയ്യണം. ലൈഫ് ലോങ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഭക്തിക്ക് വേണ്ടി പല ആംഗിളിലൂടെ നമുക്ക് നോക്കിക്കാണാവുന്ന ഒരു വിഷയം കൂടിയാണ്. അത് മനസ്സിലാക്കിയിട്ടാണ് ഭക്തിയെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതും ഭക്തിക്ക് വേണ്ടി പ്രാക്ടീസ് ചെയ്യേണ്ടതും ഒക്കെ അങ്ങനെയാണ്. ഒന്നാമത്തത് ബോധ്യമാണ്. അഥവാ നമ്മൾ പള്ളിയിൽ കിടന്നാണ് പലപ്പോഴും നിസ്കരിക്കുന്നത്. നിസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ നിസ്കാരത്തിന്റെ മാർഗനിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്, ഒരു നാട്ടിൽ ഒരു 40 പുരുഷന്മാരുണ്ടെങ്കിൽ അവിടെ പബ്ലിക്കായി ഒരു ജമാഅത്ത് നടക്കണം. പബ്ലിക്കായിട്ടൊരു ജമാഅത്ത് നടക്കണം. നിസ്കാരത്തിന്റെ ഒരു ആംഗിളാണത്. അഥവാ സോഷ്യലി ഈ നിസ്കാരം എങ്ങനെ ഒരു ക്രിയാത്മകമാകുന്നു എന്ന് പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണത്. വിശദമായി ഞാൻ ഇന്ന് ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. രണ്ടാമത്തത് എന്താണ്? ഒരാൾ പള്ളിയിലേക്ക് കടക്കുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഒരേ മൈൻഡോടുകൂടെയാണെങ്കിൽ ഭയപ്പെടേണ്ട ഒരു വിഷയമാണത്. പള്ളിയിലേക്ക് കടക്കുന്നതും തിരിച്ചു പുറപ്പെടുന്നതും യാതൊരു വ്യത്യാസവും ഇല്ലാത്ത മൈൻഡാണെങ്കിൽ ഭയപ്പെടണം. പള്ളിയിലേക്ക് കടന്ന് തിരിച്ചു വരുമ്പോൾ നേടിയിട്ടേ പോരാവും. അള്ളാഹുവിനെ കുറിച്ച് നമ്മുടെ മനസ്സിൽ സ്ഥിരപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട ഒരു ധാരണയെക്കുറിച്ച് ഞാൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റാണിത്. ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എൻ്റെ വാക്കുകളല്ല, മഹാന്മാരുടെ വാക്കുകളാണത്. പള്ളിയിലേക്ക് കടന്ന അതേ മാനസികാവസ്ഥയോടുകൂടെ തിരിച്ചു വരരുത്, നേടിയിട്ടേ തിരിച്ചു വരാവൂ. കാരണം ആരാണ് അള്ളാഹു? അള്ളാഹുവിൻ്റെ വീട് എന്ന് പരിചയപ്പെടുത്തുന്ന പള്ളി. ആ പള്ളിയിൽ പ്രധാന മുനാജാത്തിനു വേണ്ടി അവസരം ലഭിച്ചൊരു മനുഷ്യൻ അവൻ്റെ മൈൻഡിൽ സ്ഥാപിക്കേണ്ട പ്രധാന ഒരു ചിന്താഗതിയാണ്. ഞാനൊരു ചെറിയൊരു സംഭവം പറയാം. കുറച്ചു മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് ഒരു ഫോറിൻ ഒരു രാജ്യത്ത് ഒരു എഞ്ചിനീയർ, നല്ലൊരു പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു സുഹൃത്ത്, ചെറുപ്പക്കാരൻ. അദ്ദേഹം വലിയൊരു മാനസിക പ്രയാസം നേരിടുന്ന സമയത്ത് അദ്ദേഹം എൻ്റെ കൂടെ ഓൺലൈനായിട്ട് 2-3 സിറ്റിങ്ങുകളൊക്കെ കഴിഞ്ഞു. നല്ല റാഹത്ത എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇതിലേറെ വിഷമമുള്ള മറ്റൊരു കാര്യമുണ്ട്, നേരിട്ട് സംസാരിക്കണം. അദ്ദേഹം നാട്ടിൽ വന്നു, എൻ്റെ വീട്ടിൽ വന്നു, എൻ്റെ കൂടെ ഇരുന്നു. ഞാൻ ചോദിച്ചു, എന്താണ് ഇത്ര സീരിയസ് ആയ മാറ്റർ, എന്താണ്? അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ എപ്പോഴും രിദ്ദത്തിനെ ഭയപ്പെടുന്നു. മഅദല്ലാ. രിദ്ദത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന അസ്ബാബുൽ റിദ്ദത്ത്, മുർത്തദ്ദായി പോകുന്ന മതഭ്രഷ്ട് സംഭവിക്കാൻ സാധ്യമാകുന്ന കാരണങ്ങൾ ഭയപ്പെടുന്നു. ഞാൻ ചോദിച്ചു, എന്താ വിഷയം? അപ്പം എന്നോട് പറഞ്ഞു, എനിക്ക് നിസ്കാരത്തോടൊക്കെ ഒരു തരം പ്രയാസം അനുഭവപ്പെടുന്നു, വിഷമം അനുഭവപ്പെടുന്നു. ചിലപ്പോഴൊക്കെ നിസ്കാരത്തോടൊരു വെറുപ്പ് പോലെയൊക്കെ വരുന്നു. പക്ഷെ എനിക്ക് അത് മാറ്റാൻ കഴിയുന്നില്ല. ഞാൻ അദ്ദേഹത്തെ ഇരുത്തി സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ മെമ്മറിയിലെ ലോക്കുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് അറിയാവുന്ന നിസ്കാരം നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ശിക്ഷ കിട്ടുന്നൊരു നിസ്കാരമുണ്ട്. ആ നിസ്കാരം മാത്രമാണ് അദ്ദേഹം കേട്ടുപഠിച്ചത്. നിസ്കാരം ഉപേക്ഷിച്ചാൽ ശിക്ഷ കിട്ടും, അങ്ങനെ ഒരു നിസ്കാരം മാത്രമേ അദ്ദേഹം പഠിച്ചിട്ടുള്ളൂ. സത്യത്തിൽ നിസ്കാരം അങ്ങനെയാണോ? നിസ്കാരം നിർബന്ധമാകുന്നത് എങ്ങനെയാണ്? നമുക്കറിയാവുന്ന നിസ്കാരം നിർബന്ധമാകുന്നതിൻ്റെ ആ ജേണി, ആ ഒരു വാക്യത്ത്, ആ ഒരു സംഭവം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം എന്ന് വിളിക്കപ്പെടുന്ന നബിതങ്ങളുടെ ജീവിതത്തിൽ തണൽ വൃക്ഷങ്ങളായിരുന്ന ബഹുമാനപ്പെട്ട ഖദീജത്തുൽ കുബ്ര ഉമ്മുന റളിയല്ലാഹു അൻഹ, മഹദി വഫാത്തായ വർഷം നബിതങ്ങളുടെ ജീവിതത്തിലെ തണൽ വൃക്ഷമാണത്. നബിതങ്ങളുടെ ജീവിതത്തിലെ മറ്റൊരു തണലായിരുന്നു അബൂ ത്വാലിബ്, പിതൃ സഹോദരൻ, വഫാത്തായ വർഷം. ഈ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രധാന തണൽ വൃക്ഷങ്ങൾ നഷ്ടപ്പെട്ട സമയത്ത് ത്വായിഫിലേക്ക് നബി തങ്ങൾ യാത്ര ചെയ്യുന്നു. ത്വായിഫിൽ വെച്ച് വളരെ വേദനാജനകമായ അനുഭവം ഉണ്ടാകും.
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ കല്ലേറും കൂക്കുവിളിയും ആക്ഷേപവും അപഹസിക്കലും ഉണ്ടാകുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ പ്രപഞ്ച ചരിത്രത്തിലെ അത്യപൂർവമായൊരു ടൂർ, വളരെ അടിപൊളി ഒരു ടൂർ, ആ ടൂറിൽ എല്ലാ കാഴ്ചയും എല്ലാം തികഞ്ഞ ഒരു ടൂർ. ആ ടൂർ കഴിഞ്ഞിട്ട് അതിലെ ഗിഫ്റ്റായിട്ടാണ് നിസ്കാരം തരുന്നത്. ഇനി നിസ്കാരത്തെക്കുറിച്ച് നമുക്കറിയാവുന്ന ടൈറ്റിൽ ഏതാ? മുനാജാത്തുൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ അള്ളാഹുവുമായുള്ള സംഭാഷണം. ഇതിലേറെ മഹത്വം എന്താ ഉള്ളത്? ഇതിലേറെ ഈ ഒരു മൊമെന്റ് ഗിഫ്റ്റ് ആകാൻ ഇനി എന്താ വേണ്ടത്? നിസ്കാരം മിഅ്റാജുൽ മുഅ്മിൻ, ഒരു വിശ്വാസിക്ക് മിഅ്റാജാണ് നിസ്കാരം. ഇങ്ങനെയുള്ള നിസ്കാരത്തെക്കുറിച്ച് നാം ആദ്യം നമ്മുടെ മനസ്സിൽ വരേണ്ടത്, നിസ്കാരം അള്ളാഹു നമുക്ക് തന്ന ഒരു ഗിഫ്റ്റഡ് മൊമെന്റ്, ഒരു സമ്മാന സമയമാണ്. നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ പള്ളിയിലേക്ക് കടക്കുമ്പോൾ കൽബിൽ നമ്മൾ സാധാരണ നമ്മളെ നാടൻ വൈബ് ലാംഗ്വേജിൽ പറഞ്ഞാൽ ഒരു ലഡു പൊട്ടണം. അൽഹംദുലില്ലാഹ്, എനിക്ക് നിസ്കരിക്കാൻ പള്ളിയിലേക്ക് കാലെടുത്ത് വെക്കാൻ കഴിഞ്ഞല്ലോ, അല്ലാഹുമ്മ അഫ്തഹ് ലി അബ്വാബ റഹ്മതിക് എന്ന ആ ദുആ വരുമ്പോൾ കൽബിൽ പൊട്ടണം. നമ്മൾ ഏത് പൊസിഷനിൽ ഇരിക്കുന്നവരാണെങ്കിലും, പണ്ഡിതന്മാരുണ്ടാകാം, മുതഅല്ലിമീങ്ങളുണ്ടാകാം, ജോലികൾ ചെയ്യുന്നവരുണ്ടാകാം, അക്കാദമിക് സ്റ്റഡീസ് നടത്തുന്നവരുണ്ട്, ഏത് ഏരിയയിലുള്ളവരാണെങ്കിലും നമുക്ക് ജീവിതത്തിൽ ഏതേത് അപാകതയുണ്ടെങ്കിലും മനസ്സ് അള്ളാഹുവിൻ്റെ വീട്ടിലേക്ക് കടക്കുമ്പോൾ ഒരു പ്രതീക്ഷയുടെ നാമ്പ് പൊട്ടുവിടരണം. അള്ളാഹുവിനെ നമ്മുടെ ദോഷങ്ങൾ പൊറുക്കാൻ, നമ്മളെ സ്വീകരിക്കാൻ യാതൊരു തടസ്സവും ഇല്ലാത്ത വിശാലമായ കാരുണ്യത്തിൻ്റെ ഉടമയാണ് അള്ളാഹു. അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ വീട്ടിലേക്ക് നാം പ്രവേശിക്കുന്ന സമയം നമ്മുടെ കൽബിൽ ഒരു തരം ആവേശത്തിൻ്റെ, ഒരു തരം ഇഷ്ടത്തിൻ്റെ, വിനോദത്തിൻ്റെ ഒരു നാമ്പ് ഉടലെടുക്കണം. അതോടൊപ്പം തന്നെ ഭക്തിയും ഉണ്ടാകണം. പരമോന്നതനായ അള്ളാഹുവിൻ്റെ വീട്ടിലേക്ക് പോകാൻ, അള്ളാഹുവിൻ്റെ വീട്ടിലെത്തിപ്പെടാൻ, അള്ളാഹുവിൻ്റെ മുനാജാത്തിന് ഒരു അവസരം. ഈ ചിന്തയുള്ള ഈ ഒരു ഗിഫ്റ്റഡ് മൊമെന്റിനെ കുറിച്ചാണോ നീ ശിക്ഷ ഭയപ്പെടുന്ന ഒരു കണ്ടന്റ്, ഒരു കോണ്ടെക്സ്റ്റ് ആയിട്ട് അതിനെ കാണുന്നത്? അതൊരു മോശമായി പോയി. മറിച്ച് ഇതൊരു അവസരമാണ്, ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇത്രയും പറഞ്ഞു തീർന്നപ്പോൾ എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ എല്ലാ പ്രശ്നവും തീർന്നു, ഇനി എനിക്ക് നിസ്കാരത്തിൽ ഈ പ്രയാസം ഉണ്ടാവില്ല, ഇനി എനിക്ക് നിസ്കാരത്തിൽ ഈ വിഷമം ഉണ്ടാവില്ല. അപ്പൊ നിസ്കാരത്തിലെ ഖുശൂഇന്റെ അടിസ്ഥാന ശിലയാണ് ഈ ബോധ്യം. ഈ ബോധ്യമാണ് നമ്മുടെ മനസ്സിൽ ഇഷ്ടം നിറക്കുന്നത്, നമ്മുടെ മനസ്സിൽ പ്രതീക്ഷ നിറക്കുന്നത് ഈ ബോധ്യമാണ്. ഈ ബോധ്യത്തിന്റെ പുറത്ത് നിസ്കാരത്തിലേക്ക് കടന്ന് ശീലിക്കുന്ന സമയം, ഓരോ ദിവസം കൂടുമ്പോഴും നമുക്ക് അത് കൂടി വരണം. ഇത് കൂടാനുള്ളൊരു മാർഗം എന്താണ്? ഒരു മനുഷ്യന് ജീവിതത്തിൽ തുടക്കം മുതൽ അവസാനം വരെ ഒരു ഗുരുനാഥൻ എപ്പോഴും ആവശ്യമാണ്. നമുക്ക് നമ്മുടെ വീട്ടിലെ, നമ്മുടെ മദ്രസയിലെ ഉസ്താദ് നമ്മുടെ ഗുരുനാഥനാണ്. അത് കഴിഞ്ഞ് നമ്മൾ ദർസിലാണ് പഠിക്കുന്നതെങ്കിൽ നമ്മുടെ ഉസ്താദ് നമ്മുടെ ഗുരുനാഥനാണ്. നമ്മുടെ ആ ഉസ്താദ് നമ്മുടെ എല്ലാ അർത്ഥത്തിലും നമുക്ക് സമീപിക്കാവുന്ന ഗുരുനാഥനാണ്. അങ്ങനെ നമ്മുടെ നാട്ടിൽ നമുക്ക് ദീനീ ദഅവത്ത് നടത്തുന്ന, നമുക്ക് ദീനിന് നേതൃത്വം നൽകുന്ന സർവാംഗീകൃതരായ നമ്മുടെ പണ്ഡിതന്മാരാൽ അംഗീകരിക്കപ്പെടുന്ന പണ്ഡിതന്മാർ, അത്തരം പണ്ഡിതന്മാരുടെ മുമ്പിൽ എപ്പോഴും നമ്മൾ ഈ നിസ്കാരത്തിലെ സ്ഥിതിവിശേഷത്തെക്കുറിച്ച് ജസ്റ്റ് ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും വിലയിരുത്തണം. സത ഇങ്ങനെയാണോ വേണ്ടത്, ഞാനിപ്പോൾ ഇങ്ങനെയാണ് പോകുന്നത്, ഒരു വിലയിരുത്തൽ വേണം. കാരണം ഇത് നമ്മുടെ പ്രധാന മുതലാണ്, ഇത് നമ്മുടെ പ്രധാന അവലംബമാണ്. ഈ അവലംബം നിരന്തരം വിലയിരുത്തി, നിരന്തരം പരിഷ്കരിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ ഈ ആയത്തിലെ അടുത്തൊരു പരാമർശം കാണാം, വലദിക്റുല്ലാഹി അക്ബർ. അഖ്മിസ്സലാ എന്ന് പഠിപ്പിച്ച ഈ ഒരു പ്രയോഗം അവസാനിപ്പിക്കുന്നത് എവിടെയാണെന്നറിയോ? ഒരു മുഅ്മിനായ മനുഷ്യന്റെ കൽബിൽ നിസ്കാരം തിരിച്ചൊരു പ്രതീക്ഷ ഉണ്ടാക്കണം. അല്ലാഹു എന്നെയും പരിഗണിക്കും. നമ്മൾ പള്ളിയിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് തിരിയുന്നത് പ്രപഞ്ചനാഥനായ സർവ സൃഷ്ടാവായ അള്ളാഹുവിലേക്കാണ്. അള്ളാഹുവിന് നമ്മുടെ ദോഷം പൊറുക്കാൻ നമ്മുടെ ഭാര്യയുടെയോ നമ്മുടെ ബാപ്പയുടെയോ നമ്മുടെ ഉമ്മയുടെയോ സഹപാഠിയുടെയോ ആരുടെയും പെർമിഷൻ വേണ്ട. അവരെ മുമ്പിലുള്ള ഞാനല്ല, അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള ഞാൻ. എൻ്റെ മനസ്സ് അള്ളാഹു അറിയും. എൻ്റെ പരിസരത്തുള്ള, എൻ്റെ കൂടെ ജീവിക്കുന്ന എൻ്റെ സഹജീവികൾ, അവനെൻ്റെ കുറ്റമേ അറിയുള്ളൂ, എൻ്റെ മനസ്സ് അവരറിയില്ല.
ഒരു കുറ്റം ചെയ്തു പോയാൽ മുഅ്മിനായ മനുഷ്യന്റെ മനസ്സെന്താണ്? അള്ളാഹു പൊറുക്കുന്നവനാണ്, അള്ളാഹു എപ്പോഴും പുറത്തു തരുന്നവനാണ്. ഈ പ്രതീക്ഷയുള്ളവനാണ് മുഅ്മിൻ. ഈ പ്രതീക്ഷയുള്ളവനാണ് മുഅ്മിൻ. ഈ പ്രതീക്ഷയുടെ മറുവശം, അഥവാ ഞാൻ കുറ്റമുള്ളവനാണ്, ഞാൻ ദോഷമുള്ളവനാണ്, ഞാൻ പോരായ്മയുള്ളവനാണ്, ഞാനൊന്നും ദുആ ചെയ്തിട്ട് കാര്യമില്ല, ഞാനൊന്നും ഇങ്ങനെ നന്നാകാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കുന്നത് അപകടകരമായ ചിന്തയാണ്. ഒരിക്കലും ഒരു സത്യവിശ്വാസിക്ക് അത് ഭൂഷണമല്ല. ഒരു സത്യവിശ്വാസിയുടെ സ്റ്റൈൽ എന്താണ്? അവൻ്റെ വേഷത്തിൽ ഇച്ചിരി മോശമായാലും, നിറത്തിൽ ഇച്ചിരി വ്യത്യാസം വന്നാലും, അല്ലെങ്കിൽ കഴിവുകളിൽ മറ്റു പലരും കഴിവെന്ന് പറയുന്നത് കൂടെ ഇല്ലെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ മുമ്പിൽ അവൻ സ്വീകാര്യനാണ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ അത് സ്വീകാര്യനാണ്. വിശ്വാസിയുടെ കഥ അങ്ങനല്ലേ? അജബൽ ലിഅംരിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ. വിശ്വാസി അങ്ങനെയാണ്. എപ്പോഴും മുസ്ലിമിന്, ഒരു വിശ്വാസിക്ക് നന്മ മാത്രമേ ഉള്ളൂ. ഇന്ന അസ്വാബത്തുഹു സറ ശക്കറ ഫകാന ഖൈറൻ ലഹു. അഭിവൃദ്ധി ഉണ്ടായാൽ, ജോലി കിട്ടി, സമ്പത്ത് കിട്ടി, പ്രശസ്തി ഉണ്ടായി, അംഗീകാരം ഉണ്ടായി, അപ്പോഴെല്ലാം ഖൈറാണ്. കാരണം ശക്കറാണ്, നന്ദി ഉണ്ടാകും. അൽഹംദുലില്ലാ. ഒരു ദിവസം ബിസിനസ് ഉഷാറായി, അൽഹംദുലില്ലാ, അതിന് ഖൈറാണ്. നല്ലൊരു ജോലി കിട്ടി, അൽഹംദുലില്ലാ, ഖൈറാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ഫുൾ ആയിരിക്കണം, ഹംദുള്ളതായിരിക്കണം, ശുക്റുള്ളതായിരിക്കണം ലൈഫ്. അങ്ങനെയാണെങ്കിൽ എല്ലാ നേട്ടങ്ങളും വീണ്ടും പ്രതിഫലം ഉണ്ടാക്കി തരും. ഇനി ഒരു ദോഷമോ പ്രയാസമോ, അല്ലെങ്കിൽ ഒരു ജോലി നഷ്ടപ്പെട്ടതോ, അല്ലെങ്കിൽ നമ്മുടെ ജോലി ബിസിനസ്സിൽ ചെറിയ തകർച്ച ഉണ്ടായാൽ എല്ലാം അവൻ ക്ഷമിക്കും. സ്വബറ. ക്ഷമ എന്ന് പറഞ്ഞാൽ പാനിക് മോഡിൽ പോകാതെ, വേദനിക്കുന്ന അവസ്ഥയിലേക്ക് പോകാതെ വേദനയെ കളയുന്നതിനാണ് ക്ഷമ എന്ന് പറയുന്നത്. വേദന ഉണ്ടാകും, പക്ഷെ ആ വേദന കളയുന്നതിനാണ് ക്ഷമ എന്ന് പറയുന്നത്. അസ്സബ്ർ ജസാഉഹു അൽ ജന്ന. ക്ഷമ, അതിന് പ്രതിഫലം സ്വർഗമാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ഷമ ഒരു വിശ്വാസിക്കുണ്ടെങ്കിൽ ഫകാന ലഹു ഖൈർ. ദാരിദ്ര്യായാൽ ഖൈറാണ്, നഷ്ടമൊന്നുമില്ല. ജോലി പോയി, നഷ്ടമൊന്നുമില്ല, എല്ലാം ഖൈറാണ് ഒരു വിശ്വാസിക്ക്. ഇങ്ങനെയുള്ള മനുഷ്യൻ നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോൾ അവൻ്റെ മൈൻഡിൽ പ്രതീക്ഷയാണ്. എന്നെ വലദിക്റുല്ലാഹി അക്ബർ, അള്ളാഹു എന്നെ തിരിച്ചും പരിഗണിക്കും. അവൻ്റെ വീടായ പള്ളിയിൽ നമ്മൾ പ്രത്യേകിച്ച് ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ ഭാഗ്യം ലഭിക്കുമ്പോൾ ചിന്തിക്കേണ്ട മറ്റൊരു ചിന്തയാണ്, ഓരോ ജമാഅത്തും അതൊരു സ്പിരിച്വൽ ഗാദറിങ്. ഈ സ്പിരിച്വൽ ഗാദറിങ്ങിൻ്റെ മഹത്വം എന്താ? സ്പിരിച്വലി എനർജി, നമ്മുടെ ഊർജത്തിൽ പോസിറ്റീവായി നമ്മളെ മാറ്റിമറിക്കുന്ന ഒന്നാണ് ജമാഅത്ത്. ഒരു ജമാഅത്തിൽ പങ്കെടുക്കുമ്പോൾ കേവലം ഒറ്റ ഇമാമ് മാത്രമേ നല്ല ആളുള്ളൂ എന്ന് സങ്കല്പിക്കുക. എന്നാൽ പോലും നമ്മളിൽ അള്ളാഹു നല്ല ആളുടെ ആ ഒരു ഗണനയിലേക്ക് നമ്മളെ തിരിച്ച് അങ്ങോട്ട് പരിഗണിക്കാൻ കാരണമാകുന്നതാണ് ജമാഅത്ത്. അതാണ് സ്പിരിച്വൽ ഗാദറിങ്ങിന്റെ സ്പെഷ്യാലിറ്റി, ആത്മീയ ഒത്തുചേരൽ. ആ ഒരു ജമാഅത്തിലൊക്കെ പങ്കെടുക്കുന്ന നമ്മൾ പ്രതീക്ഷയോടെ തിരിച്ചിറങ്ങാം. എന്നെ എൻ്റെ റബ്ബ് തിരിച്ചും പരിഗണിക്കും. ഈ നിസ്കാരം കഴിഞ്ഞ് ഞാൻ തിരിച്ചിറങ്ങുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു രത്നക്കല്ല് ഓരോ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും സൂക്ഷിക്കണം. എന്നെ എൻ്റെ റബ്ബ് തിരിച്ചു പരിഗണിക്കും. എനിക്കെന്ത് പോരായ്മയുണ്ടെങ്കിലും എൻ്റെ ഉമ്മയേക്കാൾ എത്രയോ മടങ്ങ് എന്നോട് കരുണയുള്ളവനാണ് എൻ്റെ റബ്ബ്. എൻ്റെ ബാപ്പയേക്കാൾ എത്രയോ കരുണയുള്ളവനാണ് എൻ്റെ റബ്ബ്. ആ റബ്ബ് എന്നെ സ്വീകരിക്കും. ഈ പ്രതീക്ഷയോടെ തിരിച്ചിറങ്ങുന്ന ഒരു വിശ്വാസി. അതാണ് ഞാൻ നിസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞത്. നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു വലിയ പ്രതീക്ഷയുടെ ഒരു രത്നക്കല്ല് കൽബിൻ്റെ ആ ഒരു അറയിലേക്ക് പുതുതായി എടുത്തു വെക്കാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന് സംസാരം ദീർഘിപ്പിക്കുന്നില്ല. ഇൻഷാ എല്ലാ ദിവസവും ഇതുപോലെ ഒരു സമയം, അസ്വറിന് ശേഷമുള്ളൊരു സമയം തൗഫീഖ് ചെയ്താൽ ഇത് ലൈവായിട്ട് കൂടി സംപ്രേഷണം ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതാണ്: മതപഠനം എന്നത് ഇന്നദ്ദീന യുസ്റുൻ, ദീൻ എപ്പോഴും എളുപ്പമാണ്. ദീന് മനുഷ്യൻ്റെ ആവശ്യമാണ്. മനുഷ്യൻ്റെ ജീവിതം എല്ലാ അർത്ഥത്തിലും എളുപ്പമുള്ളതാണ്. ജീവിതത്തെക്കുറിച്ച് പലപ്പോഴും തെറ്റിദ്ധാരണയുടെ പേരിൽ പലരും പറഞ്ഞു വെക്കുന്നതാണ് ജീവിതം പ്രയാസകരമാണ്, ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വലിയ പ്രയാസമാണ്. ഇതൊരു അജ്ഞതയാണ്. ഒരറ്റം ജന്മമാണ്, മറ്റൊരറ്റം മരണമാണ്. ജന്മം, നമ്മളിൽ ആരെങ്കിലും സ്വന്തം തീരുമാനപ്രകാരം ജനിച്ചവരുണ്ട്? ഇല്ല, നമ്മുടെ കയ്യിലല്ല. പിന്നെ മരണം നമ്മളായിട്ട് ആലോചിച്ച് നമ്മളെ കയ്യിൽ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ജീവിച്ചാൽ മതി. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ സമീപനം എന്താ?
അലാ ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ബുദ്ധിയുള്ള അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ, അവരുടെ സ്വഭാവം എന്താണ്? അല്ലദീന ആമനു വക്കാനു യത്തഖൂൻ, തഖ്വയുള്ളവർ. അവരുടെ ലൈഫ് മോഡ് ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ. ലഹുമുൽ ബുശ്റ, അവർക്ക് എപ്പോഴും സന്തോഷമാണ്. ബിഷാറത്ത്, ഈ സന്തോഷം എന്നതിൻ്റെ ഇസ്മു തഫ്ലീലാണ് അറബി വാചകത്തിലെ ഏറ്റവും ടോപ്പസ് മീനിങ്, ഏറ്റവും അർത്ഥമുള്ള വേർഡ്. ആ വേർഡിനെ വീണ്ടും മുഅന്നസാക്കി പ്രയോഗിച്ചാൽ അർത്ഥം കൂടുമെന്നാണ്. അപ്പോൾ അൽ ബുശ്റ അത് സത്യവിശ്വാസികൾക്കാണ്. എവിടെ? ആഖിറത്തിൽ മാത്രമല്ല. ആദ്യം ഖുർആൻ പറഞ്ഞത് ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിലെ ജീവിതത്തിൽ എന്നാണ് പറഞ്ഞത്. പിന്നെയാണ് വഫിൽ ആഖിറ, പരലോകത്ത് എന്ന് പറഞ്ഞത്. ഒരു ദിവസം ഞാൻ ഈ ഒരു വിഷയം സംസാരിച്ചൊരു സംസാരം യൂട്യൂബിൽ ഉണ്ടായിരുന്നു. അതിനാരോ ഒരാൾ കമൻറ്റ് ചെയ്തു. ഈ കമൻറ്റ് ഞാൻ കണ്ടിട്ടില്ല. ഇതൊക്കെ ഒരു അപ്രായോഗികമായ ആശയമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടാകാം. ജീവിതത്തിൽ ജനിച്ചത് മുതൽ ഇതുവരെ പ്രയാസം അനുഭവിച്ചവരാണെന്ന് കാണാം. ചിലർക്കൊക്കെ അങ്ങനെ തോന്നാം. ചെറിയൊരു അജ്ഞതയാണ്. പരിശുദ്ധ ഖുർആൻ മുഅ്മിനീങ്ങളെ പറ്റി പറയുന്നുണ്ട്. അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബത്തുൻ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു പ്രയാസം അനുഭവപ്പെട്ടാൽ സത്യവിശ്വാസികളുടെ സ്റ്റൈൽ എന്താണ്? അവരുടെ അഫർമേഷൻ, അവർ മനസ്സിനെ മാറ്റിമറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ വാക്കിന്റെ അർത്ഥം എന്താ? ഇന്ന ലില്ല, നമ്മൾ അള്ളാഹുവിനുള്ളതാണ്. വ ഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ളതാണ്. അതിന്റെ അർത്ഥം ഈ മുസീബത്ത് സംഭവിച്ചു, ഞാൻ വിഷമിച്ചിരിക്കുന്നു എന്നാണോ ആ വാക്കിന്റെ അർത്ഥം? അല്ല, ഞാൻ വിഷമിക്കേണ്ടതൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ ഒരു മൊബൈൽ വീണുപോയി. അള്ളാഹു നമുക്കൊരു സമ്പത്തും നഷ്ടപ്പെടുത്താതിരിക്കട്ടെ. അപ്പോൾ വീണുപോയപ്പോൾ ഞാൻ പറയുന്നു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞാൻ തന്നെ നഷ്ടപ്പെടാനുള്ളതായി. ഇപ്പോൾ മൊബൈലിൽ പോയിട്ടുള്ളൂ, സങ്കടപ്പെടാനൊന്നുമില്ല, അല്ലേ? പ്രിയപ്പെട്ട ഒരാൾ മരണപ്പെട്ടു പോയി, നമ്മൾ പറയുന്നു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞാൻ സങ്കടപ്പെടുന്നു എന്നാണോ? അല്ല, ഞാൻ അടക്കം പോകാനുള്ളതാണ്. സങ്കടപ്പെട്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ജീവിതവും മരണവും ഒക്കെ അള്ളാഹുവിൻ്റെ ഒരു സംവിധാനമാണ്. ജീവിതവും ഒരു നിഅമത്താണ്, മരണവും നിഅമത്താണ്. ജീവിതവും നിഅമത്താണ്, മരണവും നിഅമത്താണ്. അങ്ങനെ ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. ഖുതിലൽ ഇൻസാനു മാ അക്ഫറഹു മിൻ അയ്യി ഷൈഇൻ ഖലഖഹു മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറഹു തുമ്മ സബീല യസറഹു. ഇവിടെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് നന്ദി ചെയ്യണം. ഖുതിലൽ ഇൻസാനു മാ അക്ഫറഹു. മനുഷ്യൻ എങ്ങനെ നന്ദി ചെയ്യാതിരിക്കാൻ പറ്റുന്നത്? നന്ദി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറഹു തുമ്മ സബീല യസറഹു തുമ്മ അമാതഹു ഫഅഖ്ബറ. ചെയ്ത നിഅമത്തുകളിൽപ്പെട്ടതാണ് മരണം. അത് നിഅമത്താണ്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇന്നലെ ഇവിടെ നോമ്പ് തുറ, നമ്മുടെ ജാമിഉൽ ഫുതൂഹിലെ നോമ്പ് തുറ, മരണപ്പെട്ടു പോയ ഒരു സഹോദരൻ്റെ അവരുടെ ഒരു ബന്ധുക്കളുടെയൊക്കെ മരണപ്പെട്ട ബന്ധുക്കൾക്ക് വേണ്ടിയാണ് ആ നോമ്പ് തുറ. ഏകദേശം 1000-ഓളം പേർക്ക് ഒരു പക്ഷേ ഇന്നലെ തൂമ്പുറ നടന്നിട്ടുണ്ടാകാം. അത് ബഹുമാന ആദരവ് കൊണ്ട് ചെയ്യേണ്ടതല്ലേ? ആണ്. അതേസമയം നമ്മുടെ പൂർവികരായ 3-4 തലമുറയിലെ പൂർവികരായ വല്യപ്പമാരൊക്കെ ഒരു പുരാവസ്തു പോലെ ജീവിതത്തിൽ നമ്മുടെ വീടുകളിൽ ഇങ്ങനെ സൂക്ഷിച്ചിട്ടുള്ള ഒരു വസ്തുവായി കിടന്നിരുന്നെങ്കിൽ ഈ ബഹുമാനം ഉണ്ടാവുമായിരുന്നു? ഇല്ല. മറ്റ് കാക്കയും ജീവികളും ഒക്കെ ജീവൻ പോയാൽ കിടന്ന് ഈ ഉണങ്ങിപ്പോകുന്നത് പോലെ ആ ഒരു അവസ്ഥയായിരുന്നുവെങ്കിൽ മനുഷ്യന് ബഹുമാനം ഉണ്ടാവുമോ? ഇല്ല. ഫഅഖ്ബറഹു. മനുഷ്യന് മരണവും മരണാനന്തര ജീവിതത്തിലെ മൺമറയലൊക്കെ നൽകിയത് അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ മരണം അപ്രതീക്ഷിതമാകുമ്പോൾ പെയിൻ ഉണ്ടാകാം. പക്ഷെ ആ പെയിന് കൊണ്ടു നടക്കാനല്ല പറയുന്നത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇതാണ് മനുഷ്യൻ്റെ ജീവിതം. നമ്മുടെ പെയിനുകൾ കളയാനുള്ളതാണ്, കൊണ്ട് നടക്കാനുള്ളതല്ല. കളഞ്ഞാൽ പെട്ടെന്ന് പോകും. അതിന് ഏറ്റവും സഹായകമാണ് ചില അഫർമേഷനുകൾ. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് ഇതാണ് ജീവിതം. ഈ ജീവിതത്തിലേക്ക് നമ്മെ സഹായിക്കുന്നതാണ് മതപരമായ എല്ലാ ഉത്ബോധനങ്ങളും. അത് നമ്മെ ബോധ്യപ്പെടുത്താനുള്ള ഒരു തുടർ പഠനം കൂടിയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ആരംഭിക്കുന്നത്. ഇന്നത്തെ 1-ാമത്തെ ദിവസം നമ്മൾ ചർച്ച ചെയ്തു വെച്ചത് നിസ്കാരം നമ്മളെ വേണ്ടാത്തരങ്ങളിൽ നിന്നെല്ലാം നമ്മളെ വിലക്കും. എന്ത് ചെയ്യണം? നിസ്കരിക്കാൻ വേണ്ടി പ്രവേശിക്കുമ്പോൾ ഇത് എൻ്റെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ റബ്ബിൻ്റെ മുമ്പിലുള്ള ഒരു അനുഗ്രഹീത നിമിഷമാണ്. 1. 2, നിസ്കാരത്തിൽ നമ്മൾ പ്രകടിപ്പിക്കേണ്ട ഖുശൂ, അഥവാ ശരീരം കൊണ്ട് പ്രകടിപ്പിക്കേണ്ടതാണ് ഖുശൂ. അതിൽ 1-ാമത്തേത് ഖിബിലയിലേക്ക് തിരിയുന്നു.
രണ്ടാമത്തേത് അവയവങ്ങളിൽ ശാന്തത വരുത്തുന്നു. മൂന്നാമത്തേത് സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് നോക്കുന്നു. നാലാമത്തത് നിസ്കാരത്തിൻ്റെ പുറത്തുള്ള നിമിഷങ്ങളിൽ, ഉദാഹരണത്തിന് വൈകുന്നേര സമയം, സൂര്യാസ്തമയോടടുത്ത സമയത്ത് കുറച്ച് സമയം ദിക്റുകൾ ചൊല്ലുന്നു. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഈ ദിക്ർ അസ്തമയത്തോട് ചേർന്നുള്ള സമയം ദിക്ർ ചൊല്ലുന്നത് നിസ്കാരത്തിൽ ഭക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതുപോലെ മറ്റൊന്നാണ് വുളൂ. വുളൂ ചെയ്യുന്ന സമയത്ത് വുളൂവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ഒരു ആദരവാണ്. പ്രത്യക്ഷത്തിൽ കാണുന്ന മുഖം, ശരീരത്തിൽ നമ്മളിപ്പോൾ നോക്കിയാൽ മതി, നമ്മുടെ ശരീരത്തിൽ പ്രത്യക്ഷത്തിൽ ഏത് ഭാഗമാണ് കാണുന്നത്? ഒന്ന് മുഖം, രണ്ട് കൈ, പിന്നൊന്ന് കാല്. ഈ പ്രത്യക്ഷത്തിൽ കാണുന്ന ഭാഗങ്ങളെയെല്ലാം നാം ദിക്റുകളുടെ പിൻബലത്തോടു കൂടെ കഴുകുന്നു. അപ്പോൾ ഇതൊരു ആദരവാണ്. അതുകൊണ്ട് തന്നെ ആ വുളൂ ചെയ്ത വെള്ളത്തെ പ്രയാസമില്ലെങ്കിൽ തോർത്തണ്ട എന്നാണ്. ഒരു ഇഷ്ടം കൊണ്ടുള്ള കുടയും വേണ്ട. എന്നാൽ വസ്ത്രത്തിലായാൽ നനഞ്ഞതുകൊണ്ട് പ്രയാസം ഉണ്ടെങ്കിൽ തോത്തുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. അതേസമയത്ത് ആ വുളൂവിൻ്റെ വെള്ളത്തോട് പോലും നമ്മളൊരു ആദരവ് കാണിക്കുന്നു. വുളൂ പൂർണ്ണമായി എടുക്കുന്നത്, ദിക്റുകളോടുകൂടെ വുളൂ ചെയ്യുന്നത് ഖുശൂ ഉണ്ടാകാനുള്ള കാരണമാണ്. നിസ്കാരത്തിലെ ഓരോ ദിക്റുകൾ ചൊല്ലുമ്പോഴും എൻ്റെ റബ്ബുമായുള്ള എന്നെ അടുപ്പിക്കുന്ന ചില വസീലകളാണ് ഈ ദിക്റുകൾ. ഉദാഹരണത്തിന് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി റുകൂഇൽ, അതുപോലെ റബ്ബനാ ലക്കൽ ഹംദ് മിൽഅസ് സമാവാതി വമിൽഅൽ അർദ് ഇഅ്തിദാലിൽ, ശേഷം സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅലാ വബിഹംദിഹി. ഈ ദിക്റുകളെല്ലാം ഒരു തരം ഇഷ്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന മഹത്തായ ചൊല്ലലുകളാണ്. ഇഷ്ടം കൊണ്ട് ചൊല്ലുന്നു. ഇത് മനസ്സിലായിട്ട് ചൊല്ലുമ്പോൾ തന്നെ അതൊരു കുറഞ്ഞ ദിവസം പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു നോക്കൂ. നിസ്കാരത്തിൻ്റെ സമയമായാൽ പെട്ടെന്ന് നിസ്കരിക്കാൻ ആഗ്രഹം ഉണ്ടാകും. നിസ്കരിച്ച് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴെല്ലാം കൽബിൽ വീണ്ടും 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 നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇങ്ങനെയുള്ളൊരു മനുഷ്യന് ഒരു അനാവശ്യം വരുമ്പോൾ പെട്ടെന്ന് തിരിച്ചോടി കയറാനുള്ളൊരു അഭയമാണ് നിസ്കാരം. വല്ലപ്പോഴും വല്ല അശ്രദ്ധ കൊണ്ടും എന്തെങ്കിലും ഒരു അപാകത വന്നു പോയാൽ ഓടി തിരിച്ച് രക്ഷപ്പെടാനുള്ള ഇടമാണ് നിസ്കാരം. കാരണം നിസ്കാരം അവൻ്റെ ഇഷ്ടവിനോദമാണ്. നിസ്കാരം അവൻ്റെ ആസ്വാദന ഇടമാണ്. ആ നിസ്കാരം പരിശീലിക്കുന്ന സമയത്ത് അസ്വലാത്തു മിഅ്റാജുൽ മുഅ്മിൻ, ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. മഹാനവറുകൾക്ക് ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു. അതിന് മുമ്പൊരു ചരിത്രം ഉണ്ടായിരുന്നു. അതത്ര പോരാത്തതായിരുന്നു, ഈ മഹത്വമുള്ളതല്ലാത്തതായിരുന്നു. മഹാനവറുകളുടെ ജീവിതത്തിൽ ടേണിംഗ് ആയത് കാണാം. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ദുനിയവിയായ ഏർപ്പാടുകളുമായി ബന്ധപ്പെട്ട് എപ്പോഴും ദുനിയാവിയായ ചിന്ത അലട്ടുന്ന രീതിയിൽ, അത് മനസ്സിനെ ഗ്രസിക്കുന്ന രീതിയിലുള്ളൊരു മുൻജീവിതത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പെൺകുഞ്ഞുണ്ടായി. ഈ പെൺകുഞ്ഞ് എപ്പോഴും ചിരിയും കളിയും ഒക്കെ ആയിട്ട് മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു മനസ്സിൽ ഇടം പിടിച്ചു. അങ്ങനെ എപ്പോഴും പ്രിയപ്പെട്ട ഒരു മനസ്സിലെ ഒരു ഇഷ്ടത്തുരുത്തായി ഈ പെൺകുഞ്ഞ് മാറി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ പെൺകുഞ്ഞിന് അസുഖം വന്നു. ആ അസുഖത്തിൽ ആ കുട്ടി മരണപ്പെട്ടു പോയി. മാലിക് ബിൻ ദീനാർ വളരെയേറെ വിഷമിച്ചു. ആ വിഷമിച്ചിരിക്കെ, ആ മനപ്രയാസത്തിലും ആ വിഷമത്തിലും ഇരിക്കെ ഉറങ്ങുമ്പോൾ ഉറക്കത്തിലൊരു സ്വപ്നം കാണും. ആ സ്വപ്നത്തിൽ അത് ഭീകരമായ വലിയ, സങ്കല്പിക്കാൻ കഴിയാത്ത വലുപ്പമുള്ള വലിയൊരു വിഷപ്പാമ്പ്, ആദ്യ വലുപ്പമുള്ളൊരു വിഷപ്പാമ്പ് മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ നേരെ വരുന്നു. അങ്ങനെ ഈ വിഷപ്പാമ്പിനെ കണ്ട് ഓടുമ്പോൾ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ ഓടിച്ചെന്നു. ആ മനുഷ്യൻ്റെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ പാമ്പിൻ്റെ അടുത്തുനിന്ന് നിങ്ങളെ രക്ഷിക്കാനൊന്നും കഴിയില്ല, നിങ്ങൾ ആ കാണുന്ന വലിയ മലയിലേക്ക് ഓടിച്ചെല്ല്. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ഓടി ആ പർവ്വതത്തിലെത്തി നോക്കുമ്പോൾ അവിടെ കുറേ കുഞ്ഞുങ്ങൾ കളിക്കുന്നു. ആ കളിക്കുന്ന കുഞ്ഞിൽ ഈ മരണപ്പെട്ടു പോയ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുമോളുണ്ട്. ആ പൊന്നുമോൾ ഓടി വന്നു, അബി യാ അബി ഇന്ന ഹാദാ അബി, എൻ്റെ വാപ്പ എന്ന് പറഞ്ഞ് ഓടി വന്ന് മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിനെ ആ മോൾ കെട്ടിപ്പിടിച്ചു. സമാധാനമായി. അപ്പോഴേക്ക് ഉറക്കം തെളിഞ്ഞു. മഹാന്മാരോടൊക്കെ ചോദിച്ചു, എന്താണ് ഈ സംഭവിച്ചത്? ആകെ മാറിയിട്ടുണ്ട്, ജീവിതത്തിൽ ആകെ മാറിയിട്ടുണ്ട്. മഹാന്മാർ പറഞ്ഞു,
നിങ്ങൾക്ക് രക്ഷപ്പെടാൻ മതിയായ ഒരു വലിയ ഒരു പ്രതിഫലാർഹമായ ഒന്നാണ് നിങ്ങളുടെ മകൾ. ആ മകൾ സ്വർഗത്തിൽ നിങ്ങളെ രക്ഷപ്പെടുത്താനിരിക്കുന്നു. നിങ്ങൾ കണ്ട ആ പ്രായമുള്ള മനുഷ്യൻ, അദ്ദേഹം നിങ്ങളുടെ അമലായിരുന്നു, ഇത്രയും കാലത്തെ അമലാണ്. ആ അമലിനൊന്നും നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. നിങ്ങളെ രക്ഷപ്പെടുത്താൻ മതിയായ ആഖിറത്തിലെ വലിയ പ്രതിഫലം, അതാണ് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ആ പ്രയാസം. ഈ പ്രയാസത്തിൽ ക്ഷമിക്കാൻ നിങ്ങൾ സന്നദ്ധമാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രതീക്ഷയുടെ ലോകമാണ്. ഇത് കേൾക്കുമ്പോഴേക്ക് മാലിക് ബിൻ റളിയല്ലാഹു അൻഹു മടങ്ങി എന്ന് മാത്രമല്ല, ജീവിതത്തിൽ കറാമത്തുകൾ ധാരാളം കണ്ട മഹാനാണ് മാലിക് ബിൻ റളിയല്ലാഹു അൻഹു. ജീവിതത്തിൽ മാറി ഇബാദത്തിന് വേണ്ടി, പ്രത്യേകിച്ച് നിസ്കാരത്തിന് വേണ്ടി വരുമ്പോൾ മാലിക് ബിൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സ് വീണ്ടും 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 പ്യൂരിഫൈഡ് ആകുകയാണ്, ശുദ്ധീകരിക്കപ്പെടുകയാണ്. ഈ നിസ്കാരം ഒരു മനുഷ്യനെ ശുദ്ധീകരിക്കുന്ന രീതിയിലേക്ക് മാറാനുണ്ടായ ഒരു കാരണം, അത് ഈ സ്വപ്നമാണെങ്കിലും അവിടെ നിന്ന് അങ്ങോട്ട് മഹാനവറുകളെ നയിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എൻ്റെ റബ്ബ് എന്ന പ്രതീക്ഷയാണ് നിസ്കാരത്തിലേക്ക് കടക്കുമ്പോഴെല്ലാം. ആ പ്രതീക്ഷയുള്ളത് കൊണ്ട് തന്നെ നിസ്കാരം നിരന്തരം മാലിക് ബിൻ റളിയല്ലാഹു അൻഹുവിനെ മാറ്റിക്കൊണ്ടേയിരുന്നു. മാലിക് ബിൻ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിൽ എല്ലായിടത്തിലും നമുക്ക് ധാരാളം ചരിത്രങ്ങളും കറാമത്തുകളും പറയാനും കേൾക്കാനും കഴിയുന്ന മഹാനാണ് മഹാനവറുകളുടെ ജീവിതത്തിൽ അവിടെ നിന്ന് അങ്ങോട്ട് എൻ്റെ പ്രതീക്ഷ ഈ നിസ്കാരമാണ് എൻ്റെ പരലോകത്തേക്കുള്ള വഴികളിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന തോന്നൽ, ആ ഒരു ചിന്ത കൽബിൽ തെളിഞ്ഞു വരികയും അവിടെ നിന്ന് അങ്ങോട്ട് ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് ആയി മാറുകയും ചെയ്തു. അള്ളാഹു അത്തരം മഹാന്മാരുടെ ചാരയെ ദുനിയാവിലെ ജീവിതത്തിൽ മനസ്സുകൊണ്ട് അവരുടെ ചാരയാകാനും ആഖിറത്തിലെത്തുമ്പോൾ അവരുടെയൊക്കെ കൂടെ ഒരുമിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരുപാട് മഹാന്മാരുടെയും ആസാറുകളുടെയും സാന്നിധ്യം കൊണ്ടും അവരുടെ പാദസ്പർശം കൊണ്ടും അനുഗ്രഹീതമായ ഒരു പള്ളിയിലാണ് നമ്മൾ ഒരുമിക്കുന്നത്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. 4 ഇമാമിയങ്ങളുടെ സ്മരണ ഉയർത്തുനിന്ന 4 ഉസ്തുവാനുകൾ, അതിൽ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ സ്മരണയുടെ കീഴിലാണ് നമ്മൾ ഒരുമിച്ചിരിക്കുന്നത്. ഈ 4 ഇമാമിയങ്ങളുടെയും മദദ് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ സ്വല്ലല്ലാഹു വസല്ലിം വബാരിക അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് അർഹമുർ റഹീമീനായ റബ്ബേ. പരിശുദ്ധ റമദാനിലെ ദുആകൾക്ക് ഇജാബത്തുണ്ടാകുന്ന പ്രധാന സമയങ്ങളിൽ ഒന്നാണ് ഈ നോമ്പ് തുറയോടടുത്ത സമയം. ഞങ്ങളെല്ലാവരെയും നീ സ്വീകരിക്കണേ റഹ്മാനെ. നിന്റെ വീടായ പള്ളിയിൽ വന്ന ഞങ്ങളിൽ ഒരാളെയും ആ വന്ന ദോഷങ്ങളുടെ കറകളോടുകൂടെ നിന്റെ വീടായ പള്ളിയിൽ നിന്നൊരാളെയും തിരിച്ചയക്കരുത് റഹ്മാനെ. ഞങ്ങൾക്കെല്ലാവർക്കും നീ പരിപൂർണമായ തൗബ തരണേ അല്ലാഹ്. ഞങ്ങളെ നീ സ്വീകരിക്കണം റഹ്മാനെ. പ്രതീക്ഷയോടെ രക്ഷിതാവായ യജമാനനായ ഉടമസ്ഥനായ നിന്നിലേക്ക് നിന്റെ കൈകളും നീട്ടി യാചിക്കുന്നു. ഞങ്ങൾക്ക് നീ പൊറുക്കണേ റഹ്മാനെ. ഈ ഹൃദയം നീ ശുദ്ധിയാക്കി തരണേ അല്ലാഹ്. നിനക്കിഷ്ടമുള്ള ചിന്തകളും നിനക്കിഷ്ടമുള്ള ഇൽമും ഞങ്ങളെ കൽബിൽ നീ നിറച്ചു തരണേ അല്ലാഹ്. നിന്റെ നൂറായ ഇൽമു ഞങ്ങൾക്ക് ധാരാളം നൽകണേ അല്ലാഹ്. മാസിയത്തുകളിൽ നിന്നെല്ലാം കുറ്റങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കാൻ നീ ഞങ്ങളെ സഹായിക്കണേ റഹ്മാനെ. നല്ലത് മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ അനുവർത്തിക്കാനും അതിൻ്റെ വക്താക്കളായി ജീവിച്ച് ഈ ലോകത്തു നിന്ന് യാത്രയാകാനും ഭാഗ്യം തരണേ അല്ലാഹ്. അല്ലാഹുവേ, തിരിച്ച് നിന്നിലേക്ക് യാത്രയാകുന്ന സമയമാകുമ്പോൾ പരിപൂർണ പ്രതീക്ഷയോടെ എല്ലാം തന്ന നിന്നെ കാണണമെന്ന ആശയോടെ മരിക്കാൻ തൗഫീഖ് തരണേ റഹ്മാനെ. ഞങ്ങളെ ദുനിയാവിലെ ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും നീ സഹായിയാകണേ അല്ലാഹ്. ഞങ്ങളെ വീട്, വിവാഹം, പഠനം, ജോലി, മക്കൾ എല്ലാറ്റിലും നീ സഹായിക്കണേ റഹ്മാനെ. എല്ലാറ്റിലും നീ ഞങ്ങളെ സഹായിയാകണേ റഹ്മാനെ. നിന്റെ സ്വാലിഹീങ്ങളുടെ മദത് ഞങ്ങൾക്കെന്നും നൽകണേ റഹ്മാനെ. ഞങ്ങളെ എല്ലാ അടക്കത്തിലും അനക്കത്തിലും നിന്റെ കാരുണ്യത്തിന്റെ നോട്ടം ഉണ്ടാകണേ അല്ലാഹ്. പരലോകത്തെത്തുമ്പോൾ ഞങ്ങൾ ഈ ഒരുമിച്ചിരുന്നത് പോലെ ഇതിലേറെ ആഹ്ലാദത്തോടെയും പ്രതീക്ഷയോടെയും നിന്റെ സ്വാലിഹീങ്ങളുടെ കാൽക്കീയിൽ ഒരുമിക്കാൻ ഭാഗ്യം തരണേ റഹ്മാനെ. ഞങ്ങളിൽ ആരെയും നരകത്തിലേക്ക് വലിച്ചെറിയരുതേ അല്ലാഹ്. നിന്റെ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം തരണേ അല്ലാഹ്. നിന്റെ സ്വർഗത്തിൽ ഞങ്ങൾക്ക് ഔദാര്യമായി ഇടം തരണേ റഹ്മാനെ. ربنا تقبل منا إنك أنت السميع العليم تب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين.